ഹായ് ഫ്രണ്ട്സ്, എജ്യൂടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. കേരളത്തിലെ ലേറ്റസ്റ്റ് നിയമനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാളെ ഡിഗ്രി പ്രിലിംസ് എക്സാം ആണല്ലോ, ആദ്യത്തെ ഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കുറച്ച് നിയമനങ്ങൾ പഠിക്കാം. നാളെ അത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഗോവയാണ്. അപ്പോൾ കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഗോവയാണ്. ഈയിടയ്ക്ക് ഗവർണറിൻ്റെ വസതി രാജ്ഭവൻ എന്ന പേരിൽ നിന്ന് ലോക്ഭവൻ എന്ന പേരിലേക്ക് മാറ്റി. അപ്പോൾ ഗവർണറിൻ്റെ വസതി നേരത്തെ രാജ്ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ ലോക്ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാമല്ലോ, പിണറായി വിജയൻ സാറാണ് മുഖ്യമന്ത്രി. ധർമ്മടമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എറണാകുളം നോർത്ത് പറവൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 40ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ജസ്റ്റിസ് സൗമൻ സെന്നാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം വെസ്റ്റ് ബംഗാളാണ്. ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. തലശ്ശേരിയാണ് മണ്ഡലം. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. പ്രോടൈം സ്പീക്കർ PTA റഹീമാണ്. 15ാമത് കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫാണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ജയതിലകാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. ഇപ്പോഴത്തേത് പിണറായി വിജയൻ സാറാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കേരള ലോകായുക്ത N അനിൽകുമാറാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള ഇപ്പോൾ മാറിയിട്ടുണ്ട്, KG സനൽകുമാറാണ്. ഇതിന് മുന്നേ ഇരുന്നത് A ഷാജഹാനാണ്. ഓപ്ഷനിൽ A ഷാജഹാനും KG സനൽകുമാറും ഉണ്ടെങ്കിൽ നിങ്ങൾ KG സനൽകുമാറാണ് ബബിൾ ചെയ്യേണ്ടത്. KG സനൽകുമാർ ഇല്ല എങ്കിൽ A ഷാജഹാൻ ബബിൾ ചെയ്യാം. ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് രത്തൻ യു കേൽക്കറാണ്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് P സതീദേവിയാണ്. സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.